നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്. കെ സുധാകരനെതിരെ ആഞ്ഞടിച്ച് കെ മുരളീധരൻ. അധ്യക്ഷൻ കൂടുതൽ പക്വത കാണിക്കണം, സുധീരന് പിന്തുണ. യിലൂടെ രംഗത്ത് വന്നൊരു നേതാവാണ്. ചിലപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നതിനോട് വിയോജിപ്പുണ്ടാവും. അതേസമയത്ത് അയോധ്യയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് മുരളീധരൻ. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബി.ജെ.പി സംഘർഷം. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ്. തടഞ്ഞ ബി.ജെ.പി പ്രവർത്തകർ. വാടാ പോടാ വിളികളുമായി പ്രവർത്തകർ. തട്ടുകടക്കാർ മുതൽ കച്ചവടം നടത്തിയവർക്കൊക്കെ നല്ല കച്ചവടം നടന്നു തൃശ്ശൂരിൽ. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച് മന്ത്രി കെ രാജൻ. സ്വർണ്ണക്കടത്ത് പരാമർശത്തിലും മറുപടി. മണിപ്പൂരിൽ നഗ്നരാക്കി ആക്രമിക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ച് വനിതാ സമ്മേളനത്തിൽ പറയാമായിരുന്നു. നഗ്നരായി ഓടിപ്പോയ 2 സ്ത്രീകൾ അവരനുഭവിച്ച കഠിന വേദന പ്രധാനമന്ത്രിക്ക് വടക്കുന്നാഥന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് മാപ്പെങ്കിലും പറയാമായിരുന്നു. ഇനി 5 നാൾ കൊല്ലത്ത് കലകലാരവം. കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിച്ച് മുഖ്യമന്ത്രി. സമഗ്ര കവറേജുമായി ന്യൂസ് 18. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആദ്യം, സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ കെ.പി.സി.സി നേതൃത്വത്തിന് വീഴ്ച പറ്റുന്നെന്ന കെ മുരളീധരൻ. സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനാകണം. ഇതിന് അവരുമായി നിരന്തര ആശയവിനിമയം നടത്തണം. ഇപ്പോഴത്തെ നേതൃത്വം ഇക്കാര്യത്തിൽ പരാജയമാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നുവെന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം എന്നും അദ്ദേഹം പറഞ്ഞു. സാമുദായിക സംഘടനകളും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സാമുദായിക സംഘടനകളുമായിട്ട് ഒരു സമദൂരം, അതിൽ NSS പറയുന്ന പോലെ സാമുദായിക സംഘടനകളുമായിട്ട് അകലം ഉണ്ടാവരുത്, എന്നാൽ അടുക്കുന്നതിലും ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്, മതേതര സംഘടനയാണ്. പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയും, കേരളത്തിൽ ഉദാഹരണമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ജാതി സെൻസസ് വേണമെന്നാണ്. പക്ഷേ കേരളത്തിൽ എതിർപ്പുണ്ട്. അത് NSSന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അതിൽ കുറേ എതിർപ്പുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ നയമുള്ളപ്പോൾ ആ നയത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നയമുള്ളപ്പോൾ അതെങ്ങനെ സ്റ്റേറ്റിൽ നടപ്പാക്കാം എന്നുള്ളത് അതിനോട് വിയോജിപ്പുള്ളവരുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം. അല്ലാതെ 2 കൂട്ടരും 2 രീതിയിൽ പറയുന്നു, നമ്മളിതിൽ തലയിടണ്ടെന്ന് ചോദിച്ചാൽ കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ചോദിക്കില്ല, എന്താ നിങ്ങളുടെ നയം? ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പരിഹരിക്കണം. കെ.പി.സി.സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരോക്ഷ വിമർശനവും കെ മുരളീധരൻ ഉന്നയിച്ചു. കണ്ണൂരിലെ നേതാവിൽ നിന്ന് പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ പരിമിതി കെ സുധാകരനുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പെട്ടെന്ന് അഭിപ്രായം പറയുന്നതാണ് സുധാകരനെ വെട്ടിലാക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. MLA എന്ന പ്രവർത്തന പരിചയം മാത്രമുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വി.ഡി. സതീശന് വെല്ലുവിളിയാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കേരളം മുഴുവൻ കറങ്ങിയുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും വി.ഡി. സതീശന് കഴിയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു
ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുത്തുന്നതല്ല. അപ്പോൾ KPC പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ചില ഗ്യാപ്പുണ്ട്. അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. VD സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ VD സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ MLA ആയിട്ടാണല്ലോ വരുന്നത്. MLA-മാരാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. പ്രവർത്തന പരിചയമുള്ള സീനിയർ നേതാക്കളെ ഉപയോഗപ്പെടുത്താൻ KPCC നേതൃത്വത്തിന് കഴിയുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതിയോട് KPCC പ്രസിഡന്റുമാർക്ക് താൽപര്യമില്ല. പാർട്ടിയിൽ കൂടിയാലോചനയും ചർച്ചയുമില്ല. പിണറായി വിജയനാണ് എതിർഭാഗത്ത് നിൽക്കുന്നതെന്ന ഓർമ്മ നേതാക്കൾക്കുണ്ടാകണമെന്നും മുരളീധരൻ പറഞ്ഞു. അതായത് ഈ എൻ്റേന്ന് മാത്രമല്ല, സീനിയർ ലീഡേഴ്സൊക്കെ ആയിട്ട്, അതിൽ പ്രത്യേകിച്ച് മുൻ പ്രസിഡൻറ്റുമാരുമായിട്ട് ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ തിരുവഞ്ചൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 5-10 നേതാക്കളൊന്നൊരു സ്ട്രാറ്റജി രൂപം നൽകുന്നൊരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്. അത് ഇപ്പോഴുള്ള നേതൃത്വമാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിണറായി പോലത്തെ ഒരാൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതെങ്ങനെ മൊത്തം ബാധിക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വേണം. എന്തുകൊണ്ടാണ് പിന്നീട് വരുന്ന പല പ്രസിഡൻറ്റുമാർക്കും രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിലൊരു ഒരു മെല്ലെ പോക്ക് നയമുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. അത് ചർച്ച ചെയ്യാൻ കഴിയാതെ പോയതാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് പറ്റിയ ഒരു തകരാറെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്നെ അതുപോലെ തന്നെ അംഗസംഖ്യ വളരെ കൂട്ടുന്നതിനോട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല. കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞെന്നും മുരളീധരൻ പറഞ്ഞു. താനിനി ഗ്രൂപ്പ് പ്രവർത്തനത്തിനില്ല, അതിനുള്ള ആരോഗ്യം പാർട്ടിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, ഇപ്പോൾ ഗ്രൂപ്പ് ഏതാന്നുള്ള ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ഒരു ലീഡർഷിപ്പും ഇല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിനെ നയിച്ച കെ കരുണാകരനൊന്നുമില്ല, എ ഗ്രൂപ്പിനെ നയിച്ച ഉമ്മൻചാണ്ടി ഇന്നില്ല, എന്നുള്ള പേരിന് കാരണക്കാരനായിട്ടുള്ള AK ആൻ്റണി ഇന്ന് ഈ കാര്യങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല. അപ്പോൾ ഏതാണ് ഗ്രൂപ്പ്, എന്താണ് ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇന്ന ഗ്രൂപ്പാന്ന് പറയേണ്ട ആവശ്യം എന്താ? മാത്രമല്ല അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റായിട്ട് ഇനി വേർതിരിഞ്ഞ് പോകാനുള്ള ആരോഗ്യവും പാർട്ടിക്കില്ല. എന്തായാലും താങ്കൾ ഇനി ഒരു ഗ്രൂപ്പ് പറഞ്ഞൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് തീർച്ചയായും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. വടകരയിൽ നിന്ന് തന്നെ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിച്ചത് തെറ്റായ തീരുമാനമായെന്നും വടകരയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിയമസഭയിൽ 3 കൂടി നേടാൻ കഴിയുമായിരുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേമത്ത് മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കാവുന്ന 2-3 സീറ്റ് നഷ്ടപ്പെട്ടു. കാരണം ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വടകരയിലെ എൻ്റെ 7 സ്ഥലത്തും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 സീറ്റ് മിനിമം UDFന് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ രമയിൽ മാത്രം ഒതുങ്ങി. രമയ്ക്കും ഉദ്ദേശിച്ച ഭൂരിപക്ഷം കിട്ടിയില്ല. കാരണം എനിക്ക് 22,000 വോട്ട് ഭൂരിപക്ഷമാണ് വടകരയിൽ കിട്ടിയത്. രമ ജയിച്ച 6,000 ഇഷ്ടം വോട്ടിനാണ്. അപ്പോൾ അവിടെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പാറയ്ക്കൽ അബ്ദുള്ള തോറ്റ വെറും 392 വോട്ടിന്. അപ്പോൾ ഒരു തെറ്റായ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ. അല്ല, അതന്ന് നേമത്ത് ഈ പറയുന്നത് പോലെ കെട്ടിവെച്ച കാശ് പോയി UDFന് 2016 ഇലക്ഷനിൽ BJP ആയിട്ട് രഹസ്യധാരണ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് എന്നോട് നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു, മറ്റെവിടെയും പോകാൻ പറ്റി.
VM സുധീരന് പിന്തുണയും നൽകി കെ മുരളീധരൻ. സുധീരൻ KPCC യോഗത്തിൽ പറഞ്ഞത് സുധാകരൻ പരസ്യമാക്കിയത് തെറ്റായിപ്പോയി. VM സുധീരനുമായി സഹകരണമില്ലെന്ന KPCC പ്രസിഡന്റിന്റെ നിലപാട് ശരിയല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കമ്മിറ്റിയിൽ പറയുമ്പോൾ പലതും TV വരുന്നു. അത് മൊത്തം ഇപ്പോൾ കോൺഗ്രസിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും വലിയ കേഡർ പാർട്ടിയായിട്ടുള്ള CPM-ലെ ചർച്ചകൾ ഇന്ന് പുറത്തു വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്. കോൺഗ്രസ് ആണെങ്കിൽ ആദ്യം എല്ലാ കാര്യവും പുറത്താണ്. പക്ഷേ എങ്കിലും പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതും പുറത്ത് അറിയിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആര് ചെയ്തു എന്ന് ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല. അപ്പോൾ സുധീരൻ പറയുന്ന അദ്ദേഹം കമ്മിറ്റിക്കകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു വന്നു. പുറത്തു വന്നതിനെക്കുറിച്ച് KPCC പ്രസിഡൻ്റ് പരസ്യമായിട്ടുള്ള ചില കമൻറ്റുകൾ പറഞ്ഞു. ഞാൻ പറയുന്നത് എല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരാൾ ശരി വേറൊരാൾ തെറ്റെന്ന് പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നാൽ നമ്മൾ അത്രയും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. പലപ്പോഴും പ്രസിഡൻറ്റുമാരാണ്, അത് ബൂത്ത് പ്രസിഡൻറ്റ് മുതൽ KPCC പ്രസിഡൻറ്റ് വരെയുള്ളവർ നല്ലപോലെ ആത്മസമ്മാനം പാലിച്ചാലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ചില പരാമർശങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ദൗർഭാഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഈ VM സുധീരനുമായി ഇനി ഒരു സഹകരണമില്ല എന്നൊരു ടോണിലാണ് കെ സുധാകരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ ആരെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ. VM സുധീരൻ വളരെ കുട്ടിക്കാലം മുതൽക്ക് KSUവിലൂടെ രംഗത്ത് വന്നൊരു നേതാവാണ്. ചിലപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നതിനോട് വിയോജിപ്പുണ്ടാവും. അതേസമയത്ത് അയോധ്യയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം. അതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് പറഞ്ഞത് ഞങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും, നിങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളും. വിരുന്നിന് പോയ ക്രൈസ്തവ ബിഷപ്പുമാർ മണിപ്പൂർ ഉന്നയിക്കണമായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തി. അത് ഒരു പക്ഷേ പരിധി വിട്ട് കാണും, പിന്നീട് തിരുത്തലുമുണ്ടായി. പക്ഷേ എങ്കിൽ പോലും അവർ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ BJPയുടെ അജണ്ടയിൽ പോയി ചാടരുത്, അല്ലെങ്കിൽ ചാടി എന്നാണ് പറയുന്നത്. എന്താണ് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം പോലും ഉയരാത്തത്? ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു, പക്ഷേ അതുപോലെ മണിപ്പൂരിലുള്ള ഞങ്ങളുടെ സമുദായത്തിന് ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നൊരു വാക്കവിടെ പറയണം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ചെന്നതിൽ ഒരു പ്രശ്നവുമില്ല, ചെന്നത് മര്യാദയാണ്. പക്ഷേ ആ സമയത്ത് ഈ വിഷയം കൂടെ ഒന്ന് ഉന്നയിക്കേണ്ടതായിരുന്നു. മണിപ്പൂരിൽ പള്ളികൾ തകർക്കുന്നവരാണ് കേരളത്തിൽ ഇപ്പോൾ ചിരിച്ചു കാണിച്ച് വരുന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് പ്രധാന ഘടകം. മണിപ്പൂരിനോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ്റിനെ, ഒരു മതേതര ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്തവരാണ് BJPക്കാർ. അത് ആ ഏരിയയിൽ പോയിട്ട് നമുക്ക് പറയാൻ കഴിയണം. അതല്ലാതെ വെറുതെ നമ്മളൊരു പത്രപ്രസ്താവന നടത്തിയിട്ട് കാര്യം. വിശദവിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. സജിത്ത്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ മുരളീധരനെ പോലെ ഒരു നേതാവ് നേതൃത്വത്തിനെതിരെ ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത് എത്രത്തോളം ഗൗരവത്തോടെ കാണണം? പ്രത്യേകിച്ച് പിണറായിയാണ് എതിർസ്ഥാനത്ത് നിന്ന് നേതൃത്വം മനസ്സിലാക്കുന്നില്ല, പാർട്ടിക്ക് ഗ്രൂപ്പ് കളിക്കാൻ ആരോഗ്യമില്ല, സുധീരന് പിന്തുണ വളരെ വിശദമായി തന്നെ പറയുന്നു, സതീശന് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല. എങ്ങനെ കാണണം ഈ വാക്കുകളെ? അശ്വതി, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് കെ മുരളീധരൻ ഇങ്ങനെ തുറന്ന ചില കാര്യങ്ങൾ പരസ്യമാക്കിയത് എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കോൺഗ്രസിൽ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു ഘട്ടത്തിലും, അതായത് തുറന്നു പറച്ചിലുകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയേക്കാമെന്ന വിലയിരുത്തലുള്ളപ്പോൾ അത്തരമൊരു ഘട്ടത്തിലും മുരളീധരൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാനുണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പാണല്ലോ, അതിനാൽ ഇപ്പോഴില്ല എന്ന നിലപാടെടുത്ത് അദ്ദേഹം പിന്മാറുകയാണ്. നേതൃത്വത്തിൻ്റെ നിലപാടിൽ മുരളീധരന് വിയോജിപ്പുണ്ട്. അത് മുരളീധരൻ മുമ്പും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഒപ്പം തന്നെ KPCCയുടെയും പാർലമെന്ററി പാർട്ടിയുടെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും പ്രവർത്തിക്കുന്നവരിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. കെ സുധാകരൻ്റെയും VD സതീശൻ്റെയും പേര് പരാമർശിച്ച് തന്നെ പരോക്ഷമായെന്ന് തോന്നുന്ന തരത്തിലുള്ള വിമർശനം അദ്ദേഹം കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട്. കെ സുധാകരൻ്റെ പ്രസ്താവനകൾ തുടർച്ചയായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുരളി ഇങ്ങനെ പറയുന്നത് എന്നത് പ്രസക്തിയേറെയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലേക്ക് വരണമെങ്കിൽ പലതരത്തിലുള്ള ഇക്വേഷൻസ് കൃത്യമായി വർക്ക് ചെയ്യേണ്ടതുണ്ട്.
അവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മുരളീധരൻ. ഒരു സൈഡിൽ നിൽക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെയും അവരുടെ നീക്കങ്ങളെയും തടയണമെങ്കിൽ എതിർ സൈഡിലും അത്തരം ആലോചനകളും തന്ത്രങ്ങളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും കോൺഗ്രസ് കടക്കുന്നില്ല എന്ന കാര്യം മുരളി പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF മേൽക്കൈ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ രീതിയിൽ പോയാൽ വിജയിച്ച് കയറില്ല എന്ന് തന്നെയാണ് മുരളീധരൻ പറയുന്നത്. അതിൽ ചർച്ചകൾ വേണം എന്ന് മുരളി പറയുന്നു. രാഷ്ട്രീയകാര്യ സമിതി എന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമാനമായ ഒരു സംവിധാനം കോൺഗ്രസിലുണ്ട്. മുതിർന്ന നേതാക്കളുടെ കൂടിയാലോചനാ സമിതിയാണ്. പക്ഷേ ആ സമിതി ചേരുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ ചർച്ചകളും നടക്കുന്നില്ല. അങ്ങനെ ഗുരുതരമായ ആലോചനകൾ നടക്കുന്നു. നേതൃതലത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടക്കുന്നില്ല. ഒരുപക്ഷെ K. സുധാകരൻ മാറി നിൽക്കണം, തൽക്കാലത്തേക്കെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട്, അദ്ദേഹം മറ്റാർക്കെങ്കിലും ചുമതല നൽകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഉയരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് K. സുധാകരനെതിരെ കൃത്യമായ ഒളിയമ്പുകൾ മുരളീധരന്റെ വാക്കുകളിലുള്ളത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും തുടർ രാഷ്ട്രീയം, തുടർ ചർച്ചകളൊക്കെ കോൺഗ്രസിൽ ഇടവെക്കുന്ന കാര്യമാണ്. മറ്റൊന്നുള്ളത് ഈ സമുദായ സംഘടനകളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പ്രതിപക്ഷ നേതാവ് ആ ചുമതലയിലേക്ക് വന്നപ്പോൾ ഈ NSS പോലെയുള്ള സംഘടനകളുമായി താൻ അടുക്കാനില്ല എന്ന സൂചന VD സതീശൻ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ ശൈലിയല്ല കോൺഗ്രസിന് ചേരുന്നത്, മറിച്ച് അവരുമായി നിരന്തര ആശയവിനിമയം ഉണ്ടാവണം. എന്നിരുന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഘട്ടങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ആ സംഘടനകൾക്ക് കഴിയുന്നു. NSS-ന്റെ പേരെടുത്ത് പറയുന്നില്ല, ഒപ്പം എല്ലാ തരത്തിലുള്ള സമുദായ സംഘടനകളും അത്തരം ഐക്യം ഉണ്ടാവണമെന്ന കാര്യം. സജിത്ത്, ഞാൻ സജിത്തിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ അനിൽ ബോസ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അനിൽ ബോസ്, വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് K. മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ഇൻപുട്ട് എഡിറ്റർ TJ സജിത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത്. നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നത് മാത്രമല്ല, എതിർവശത്ത് നിൽക്കുന്നത് പിണറായിയാണ് എന്ന് ധരിച്ചു വേണം പെരുമാറാൻ, അല്ലെങ്കിൽ അത് നടക്കുന്നില്ല ഇപ്പോൾ എന്നവർ പറയുന്നു. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ ഒരു വലിയ വിമർശനം ഉയർത്തുമ്പോൾ ഏത് രീതിയിലാണ് താങ്കൾ അതിനെ കാണുന്നത്? എതിർവശത്ത് നിൽക്കുന്നത് പിണറായിയാണ് എന്ന് ധരിക്കുന്ന ഇത്തരം നേതാക്കളുടെ കുഴപ്പം കൊണ്ടാണ്. എതിർവശത്ത് നിൽക്കുന്നത് പിണറായി അല്ല, എതിർവശത്ത് നിൽക്കുന്നത് CPM എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയും BJP എന്ന് പറയുന്ന കേഡർ പാർട്ടിയുമാണ്. ഈ രണ്ട് പാർട്ടികൾക്കെതിരെയാണ് കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അതിശക്തമായ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അല്ല. അതാദ്യം എല്ലാ നേതാക്കളും മനസ്സിലാക്കിയിരിക്കണം. കാരണം CPM പോലെ BJP പോലെയുള്ള കേഡർ പാർട്ടികൾക്കെതിരെ നിലപാടെടുക്കേണ്ടുന്ന വളരെ ഗൗരവപൂർവ്വം രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഈ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ, അവസരങ്ങൾ കിട്ടിയിട്ടുള്ള നേതാക്കൾ ആദ്യം തിരിച്ചറിയണം. ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരുടെ നെഞ്ചത്ത് കയറി നൃത്തമാടുക എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് പഴയ കാലത്ത് പല നേതാക്കളും പോയിട്ടുണ്ട്. അതൊക്കെ വീണ്ടും ആവർത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ പറയുന്ന ഓരോ നേതാക്കളും വലിയ വില കൊടുക്കേണ്ടി വരും. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് പാർട്ടിയുടെ ഓരോ ഘട്ടങ്ങളിലും പാർട്ടിയുടെ പ്രസിഡന്റാണ്, പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ജില്ലയിൽ വരുന്ന പ്രസിഡന്റുമാരാണ്. ആ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായങ്ങളായി വരികയും ചെയ്യും. അങ്ങനെ വരുന്നതിൽ ഏതെങ്കിലും പോരായ്മ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായാൽ അത് മൈക്ക് വെച്ച് മാധ്യമപ്രവർത്തകരോടല്ല പാർട്ടി നേതാക്കൾ പറയേണ്ടത്. ആരായാലും എത്ര പ്രഗത്ഭനായാലും പറയേണ്ടത് പാർട്ടിക്കകത്താണ്. പാർട്ടിക്കകത്ത് അഭിപ്രായം പറയണം. പാർട്ടിക്കകത്ത് KPCCയുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അല്ലെങ്കിൽ AICC തലത്തിലുള്ള നേതാക്കളുണ്ട്, അവർക്ക് രേഖാമൂലം കത്ത് നൽകണം. അതല്ലാതെ മാധ്യമപ്രവർത്തകരോടല്ല നേതാക്കന്മാർ അവരവരുടെ അഭിപ്രായം പറയേണ്ടത്, പൊതുസമ്മേളനത്തിലുമല്ല. അതുകൊണ്ട് അനിൽ ബോസ്, ഈ സമുദായ സംഘടനകൾ അടക്കമുള്ള സംവിധാനങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പരിച്ഛേദമാണ്. അവരുടെ പിന്തുണയുണ്ടെങ്കിലോ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനാവൂ. വരാനിരിക്കുന്നത് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത്തരം ആളുകളെ ഒപ്പം ചേർക്കാൻ കോൺഗ്രസിൽ കൂടിയാലോചനകളില്ല, നേതൃത്വത്തിന് അത്തരം ശൈലിയില്ല എന്നുകൂടി മുരളീധരൻ പറയുന്നുണ്ട്. അല്ല, അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ അഭിപ്രായം പറയാം, ഓരോ നേതാക്കൾക്കും അഭിപ്രായം പറയാം. ഞാൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചല്ലോ, ശ്രീ K. മുരളീധരനായാലും CVM സുധീരനായാലും മറ്റേത് നേതാവായാലും ആ നേതാക്കൾ സ്വീകരിക്കേണ്ട സമീപനം പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പർമാരല്ലേ ഇവര്. അവിടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടുമ്പോൾ അവിടെ അഭിപ്രായം പറയണ്ടേ? അതല്ല പത്രപ്രവർത്തകരോടും പൊതുസമ്മേളനത്തിലുമാണോ അഭിപ്രായം പറയേണ്ടത്? പക്ഷേ ഈ PSC യോഗം രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നു പോലും ഇല്ലെന്നാണ് മുരളി പറയുന്നത്.
അങ്ങനെയൊക്കെ നമുക്ക് പറയുകയല്ല. ആ യോഗം വിളിച്ചു കൂട്ടാൻ കത്ത് കൊടുക്കണം. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അങ്ങനല്ലേ ചെയ്യേണ്ടത്? KPCC പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകണം. അതല്ലെങ്കിൽ ഇവിടെ അവരുടെ അഭിപ്രായം, അവർ കൊടുക്കുന്ന അഭിപ്രായം സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന് പാർട്ടിക്ക് ദേശീയ പ്രസിഡന്റ് ഇല്ലേ, ദേശീയ തലത്തിൽ ചുമതലയുള്ള ആളുകളില്ലേ? അത്തരം ആളുകൾക്ക് കത്ത് നൽകണം. വിയോജിപ്പുകൾ പറയാൻ അവസരമുണ്ടല്ലോ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ നയങ്ങളിലോ പരിപാടികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കൂടിയാലോചിക്കേണ്ടത് ഗൗരവതരമായ സാഹചര്യമുണ്ട് എങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താ? അത് താഴെത്തട്ടിലുള്ള ആളായാലും മുകൾ തട്ടിലുള്ള ആളായാലും ചെയ്യേണ്ടത് നേരെ വിളിച്ച് പത്രക്കാരോട് വിളിച്ച് അഭിപ്രായം പറയുകയാണോ ചെയ്യേണ്ടത്? ശരി, ശ്രീ അൽബോസ് ഒന്ന് തുടരുക. ശ്രീകുമാർ കൂടി, മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകുമാർ, ഈ മുരളീധരൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ്. അതിൽ എനിക്ക് ശ്രദ്ധയോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പരാമർശം KPCC അധ്യക്ഷനും VD സതീശനും പരോക്ഷമായ വിമർശനമുണ്ട്. ഇരുവർക്കും ഒരു പക്വതക്കുറവുണ്ടെന്ന സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. ഒന്ന്, ഈ കണ്ണൂരിൽ നിന്ന് വന്ന ഒരു പ്രാദേശിക നേതാവാണെന്ന പരിമിതി ഇപ്പോഴും സുധാകരനുണ്ട്. മറ്റൊന്ന്, ഒരു MLA സ്ഥാനത്ത് നിന്നും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ VD സതീശന് കേരളം മുഴുവൻ ചുറ്റി നടന്ന് സഞ്ചരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്ന കാര്യം കൂടി മുരളി പറയുന്നുണ്ട്. എന്താണ് മുരളി ഉദ്ദേശിക്കുന്നതിന്റെ രാഷ്ട്രീയം? അത് മുരളിയോട് തന്നെ ചോദിക്കേണ്ടി വരും. പക്ഷെ അതിൽ ഒരു രാഷ്ട്രീയമുള്ള എന്താണെന്ന് വെച്ചാല് VD സതീശൻ പ്രതിപക്ഷ നേതാവും സുധാകരൻ KPCC പ്രസിഡന്റുമായ കാലത്താണല്ലോ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ കോൺഗ്രസും ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അപ്പൊ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് എല്ലാവരും വരിക, ഓരോ ജില്ലയിൽ നിന്ന് തന്നെയാണ് എല്ലാവരും കയറി വരിക, അതിൽ സംശയമൊന്നുമില്ല. ചിലര് അല്ലാതെയും കയറി വരാം, അത് വേറെ വിഷയങ്ങള്. പക്ഷെ ഇപ്പോഴത്തെ കോൺഗ്രസില് നിങ്ങൾ ഈ പറഞ്ഞ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസിൽ ഇപ്പോഴുള്ള നേതാക്കളുടെ പരിചയവും അവരുടെ സമീപനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമാണ്. കാരണം സമുദായങ്ങളെയൊക്കെ പ്രത്യേകിച്ച് കയ്യിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പഴയ കാലമൊന്നുമല്ല, കരുണാകരന്റെ കാലമല്ലല്ലോ ഇപ്പോൾ ഇത്. കരുണാകരന്റെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ അത് ആ കാലത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, തലമുറയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ സഭാപിതാക്കന്മാര് രാഷ്ട്രീയം പരസ്യമായി പറയുന്ന കാലമാണ്, സഭാപിതാക്കന്മാര് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന കാലമാണ്. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ അവരെ കൈകാര്യം ചെയ്യാനൊന്നും പോയിട്ട് എന്നുവെച്ചാൽ അവരെ പോക്കറ്റിലാക്കാനോ പാട്ടിലാക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. AK ആന്റണി KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന നാടല്ലേ ഇത്. അദ്ദേഹം ന്യൂനപക്ഷത്തെ കുറിച്ച് എത്രയോ അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞിരിക്കുന്നു. ഇന്നൊരു കോൺഗ്രസിനെല്ലാം സംഭവിച്ചോ? AK ആന്റണി ഇന്ദിരാഗാന്ധി കോഴിക്കോട് ബിഷപ്പുമാരെ കാണാൻ പോയപ്പോൾ KPCC പ്രസിഡന്റായ താൻ അറിയാതെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണാൻ പോയില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയില്ലേ ഈ നാട്ടില്. ഈ ക്രിസ്ത്യാനികളെ സഹായിച്ചിട്ട് തന്നെ അതൊക്കെ സംഭവിച്ചത്. ഈ അടുത്ത കാലത്ത് തന്നെ പലസ്തീൻ വിഷയത്തിൽ CPM ഉണ്ടാക്കിയ കോലാഹലങ്ങള് കോൺഗ്രസ് എങ്ങനെയാ തീർത്തത്? ഈ സുധാകരൻ സതീശനും തന്നെയല്ലേ തീർത്തത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം സതീഷ് ചെറിയാൻ പിടിച്ച പിരിവാല്, അത് CPM ഉണ്ടാക്കിയ പ്രശ്നങ്ങള്, അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കാണുന്നില്ലേ? അപ്പൊ അവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അല്ല, ഈ മുരളി പറയുന്ന ഒരു കാര്യം, ഈ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സമുദായ സംഘടനകളും അവരുടെ സ്വാധീനവും ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് എല്ലാ കാലവും അവരുടെ പിന്തുണ തേടിയിട്ടുണ്ട്, അകറ്റേണ്ടവരെ അകറ്റിയിട്ടുമുണ്ട്, അതൊക്കെ മുരളി പറയുന്നുണ്ട്. പക്ഷേ അവരെ കൈകാര്യം ചെയ്ത് അവരുമായി ആശയവിനിമയം നടത്തുന്നതിൽ കോൺഗ്രസിന് പിഴയ്ക്കുന്നുണ്ട്. ഒരു വിഷയം വരുമ്പോൾ മാത്രം അവരിലേക്ക് പോകുന്നത് ശരിയല്ലെന്നാണ് മുരളി പറയുന്നത്. തെറ്റാണ്, ആ ഒരു നിരീക്ഷണം തെറ്റാണ്. കാരണം കോൺഗ്രസ് നേതാക്കൾ എല്ലാ കാലവും സമുദായ നേതാക്കളുമായിട്ട് ബന്ധം പുലർത്തും. അത് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ പാർട്ടിയോടല്ലേ ബന്ധം പുലർത്തും, അല്ലാതെ നേതാക്കളോടാണോ? അങ്ങനെയാണെങ്കിൽ AK ആന്റണിയുടെ മുഖ്യമന്ത്രി ആവില്ല സുഹൃത്തെ. അദ്ദേഹമല്ലേ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം കൊണ്ട് അവകാശങ്ങൾ പിടിച്ചുപറ്റുന്നതിന് വ്യാപക പരാതി ഉണ്ടെന്ന് പറഞ്ഞ ഒരാളല്ലേ AK ആന്റണി. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്ത? അതൊക്കെ ആ കാലം ഇപ്പൊ എല്ലാ രാഷ്ട്രീയമായിട്ടാണ് നോക്കുന്നത്. BJP വിരുദ്ധ പാർട്ടി ഏതാണ്? കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടി ഏതാണ്? കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. പിന്നെ ഭരണത്തിലെത്തുമ്പോൾ ഏത് സഭകളാണെങ്കിലും ഏത് ന്യൂനപക്ഷ സമുദായ നേതൃത്വമാണെങ്കിലും ഭരണത്തിൽ ആരാണോ ഉള്ളത് അവരോട് തല്ലുകൂടാൻ പോകാറില്ല. എന്തായാലും പറഞ്ഞത് ഞാനല്ല, അത് K മുരളീധരൻ്റെതാണ്. കോൺഗ്രസിന്റെ ഉയർന്ന സമിതിയിൽ നിൽക്കുന്ന മുരളീധരന്റെ വാക്കുകൾ ഞങ്ങൾ ഉദ്ധരിച്ചു എന്ന് മാത്രം. ശ്രീകുമാർ ഒന്ന് തുടരുക. അനിൽ ബോസ് കൂടിയുണ്ട്. അനിൽ ബോസ്, KPCC അധ്യക്ഷൻ സുധാകരന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നു, അദ്ദേഹം അവധിയെടുക്കുമ്പോൾ മറ്റൊരാൾക്ക് ചുമതല നൽകണം, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിൽ ഉയരുന്നു. പക്ഷേ ഇപ്പോൾ ആർക്കും ചുമതല നൽകുന്നില്ല എന്ന് സുധാകരൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സുധാകരൻ്റെ ഒരു പരിചയക്കുറവിനെ K മുരളീധരൻ ഓർമ്മപ്പെടുത്തുന്നത്. മുരളീധരൻ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ K സുധാകരൻ എന്താണ് പരിചയക്കുറവെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ. അല്ല, അപ്പം നമ്മൾ എന്താ പറയുക? K സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലവട്ടം കേരളത്തിൽ MLA ആയ ആളാണ്.
അദ്ദേഹം പലവട്ടം ഇന്ത്യൻ പാർലമെന്റ് അംഗമായ ആളാണ്. കെ മുരളീധരന്റെ ബയോഡേറ്റയിൽ എഴുതി ചേർക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി എഴുതി ചേർക്കാൻ കഴിയുന്ന ആളാണ് കെ സുധാകരൻ. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, KPC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, KPC പ്രസിഡന്റ് ആയിരിക്കുന്ന ആളാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, എന്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയത്തിൽ കെ മുരളീധരന് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ അത്യാവശ്യം മോശമല്ലാത്ത അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ് കെ സുധാകരൻ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. വൈയായിക എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു നേതാവിന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ബാക്കിയുള്ളവരെല്ലാം ചിരഞ്ജീവികളും കെ സുധാകരൻ മാത്രം രോഗിയും എന്ന് പറയുന്ന വാദഗതിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. അദ്ദേഹത്തിനുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഒരു മെഡിക്കൽ ചെക്കപ്പിന് 10-15 ദിവസത്തേക്ക് പോയി. അതിന്റെ പേരിൽ ഇവിടെ ആരും കാലളക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പൊ 10-15 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും, പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പിന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളിൽ രീതി എങ്ങനെയാ മാധ്യമ പ്രവർത്തകർ എടുക്കുന്നത്? പ്രതികരണങ്ങൾ പലപ്പോഴും വിവാദമാക്കുന്നത് പറയുന്നയാളല്ലോ, അത് കേൾക്കുന്ന മാധ്യമ പ്രവർത്തകരല്ലേ. അവർക്ക് വിവാദമാക്കാൻ കഴിയുന്ന 1-2 വരികൾ എടുത്ത് 10 വരികളിൽ ഒരു വരി എടുത്ത് ചർച്ചയാക്കുന്നതിൻ്റെതായ പ്രശ്നമേ ഉള്ളൂ. അത് കേട്ട പഴുതി കേൾക്കാത്ത പഴുതി പ്രതികരിക്കാൻ പോകുന്ന നേതാക്കളുടെ കുഴപ്പമാണ്. KPC പ്രസിഡന്റ് എന്നുള്ളതിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഈ അടുത്ത കാലത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണെന്ന്. അത് മാധ്യമ പ്രവർത്തകർ എടുക്കുന്ന ഭാഗം അല്ല. ഈ സുധീരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ താങ്കൾ അനുകൂലിക്കുകയാണോ? മുരളിക്ക് അടുത്ത വിയോജിപ്പാണ് അതിൽ രേഖപ്പെടുത്തിയത്. അത് ഞാൻ പറഞ്ഞത്, ഓരോ ആളുകളും മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നോക്കി അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ ഇവരൊക്കെ ഓരോ പാർട്ടികളും ഉണ്ടാക്കേണ്ടി വരുമെന്ന്. ഓരോ അസംബ്ലി മണ്ഡലത്തിന്റെയും പാർലമെന്റ് മണ്ഡലത്തിന്റെയും ജയസാധ്യത പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ് പറയും. വിധേയമായി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം. യെസ്, അൽബോസിന്റെ ടെലിഫോൺ കണക്ഷനിൽ ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീകുമാർ തുടരുന്നു എന്ന് കരുതുന്നു. കെ മുരളീധരൻ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് പടിവാതിക്കൽ ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഇത് മുന്നണി ചർച്ച ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ മുരളീധരൻ പലപ്പോഴും വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു നേതൃതല ഇടപെടൽ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവേണ്ടതുണ്ടോ? അല്ല, മുരളീധരൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞ എനിക്കറിയുള്ളൂ. അദ്ദേഹം അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഇന്നിപ്പോ കേരളത്തിലില്ല. കാരണം എല്ലാ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും നായർ സമുദായവും അതുപോലെ ഒരു പരിധി വരെ ഈഴവ സമുദായവും ഒക്കെ കോൺഗ്രസിനോട് താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ എന്താണെന്ന് കേട്ടില്ലേ? അദ്ദേഹം എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് അയോധ്യയിൽ പോണോ വേണ്ടോ എന്നുള്ള അവർ തീരുമാനിക്കും. അതിന്റെ പേരിൽ ഒരു തീവ്ര നിലപാട് ഞങ്ങളുടെ സമുദായത്തിലില്ല. ഞങ്ങളുടെ സമുദായത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്തരാർത്ഥം എന്താണ്? അവർ സമസ്തയ്ക്ക് കോൺഗ്രസിനോട് വിരോധം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സമസ്തയ്ക്ക് കോൺഗ്രസിനോട് താല്പര്യമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞ? അല്ലേ സമസ്ത അങ്ങനെയല്ലല്ലോ പറയാ, പോണെന്നല്ലേ പറയാ, പോകാതിരിക്കണം എന്നല്ലേ പറയാ? ഇനി നിങ്ങൾ നോക്കൂ, ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണിച്ച സമീപനം എന്താണ്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണല്ലോ അവസാനം ഉണ്ടായത്. അവിടുത്തെ സഭയുടെ അക്കാലത്തെടുത്ത തീരുമാനങ്ങൾ എന്താണ്? അത് മനസ്സിലാക്കും. ഇത് എന്തടിസ്ഥാനത്തിലാണ് പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കോൺഗ്രസ് ഇപ്പോഴത്തെ നിലപാട് തന്നെ തുടർന്നാൽ മതി. അതായത് ഹൈന്ദവ സമുദായത്തെയും ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തെയും ഒരേപോലെ കാണുന്ന ഒരു സമീപനം കോൺഗ്രസിനുണ്ട്. അതാണ് ഇപ്പൊ തുടർന്നു പോരുന്നത്. അത് തന്നെ തുടർന്നാൽ മതി. അല്ലാണ്ട് ഒരാളെ പ്രത്യേകിച്ച് പോയിട്ട് കണ്ട് അവരുടെ അരവന നിറങ്ങിയിട്ട് അല്ലെങ്കിൽ അവരുടെ സവിധത്തിൽ പോയിട്ട് അവരെ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടൊന്നും വേണ്ട. കാരണം തലമുറ മാറി നേതൃത്വങ്ങൾ പറയുന്നതല്ല സമുദായത്തിന്റെ അണികൾ അനുസരിക്കാറുള്ളത്. ആ നേതൃത്വത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സമീപനം. എല്ലാ നേതൃത്വത്തെയും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ നേതൃത്വങ്ങളെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും നന്നായി ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മന്നൻ ശതാബ്ദി ഉദ്ഘാടനം ചെയ്ത ആരാണ്? തെന്നല ബാലകൃഷ്ണപിള്ളയല്ലേ? മുതിർന്ന കോൺഗ്രസ് നേതാവല്ലേ തെന്നല ബാലകൃഷ്ണപിള്ള? അതെന്താ മറന്നുപോയോ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കും, ഞാൻ സമസ്തയുടെ നിലപാട് പറയാൻ കാരണം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദേശീയ തലത്തിലാണെങ്കിൽ തന്നെ ക്രൈസ്തവ സമൂഹം കർണാടക തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാടെന്താണ്? രാഹുൽ ഗാന്ധി എടുത്തവരുടെ സമീപനം എന്താണ്? ഇതൊക്കെയല്ലേ നമ്മൾ നോക്കേണ്ടത്. പിന്നെ എന്താണ് ഒരു എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മുരളീധരൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചാൽ മാത്രമേ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയില് കേരളത്തിലെ KPCC നേതൃത്വം വളരെ ഭംഗിയായിട്ട് തന്നെ സമുദായ നേതാക്കളുമായുള്ള ബന്ധം പുലർത്തുന്നുണ്ട്. ആ സമുദായത്തിന്റെ പിന്തുണ കോൺഗ്രസിന് കിട്ടുന്നുണ്ട്. അത് വ്യക്തമാകുന്ന ചില തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും കാണുന്നുണ്ട്. ചില പ്രസ്താവനകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ പോരെ? പിന്നെ അല്ലാണ്ട് എന്താ പ്രശ്നം എന്താ ഉണ്ടായെന്ന് പറയൂ. ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടത് ചൂണ്ടിക്കാണിക്കാനായിട്ട്? എങ്കിൽ അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. യെസ്, അതാണ് ശ്രീകുമാറിന്റെ നിലപാട്.
എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് മേൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുന്ന പ്രസ്താവനകളായി കെ മുരളീധരൻ്റേത് മാറുന്നു എന്നതാണ് ഇതുവരെ ചർച്ച ചെയ്തവർ സംസാരിച്ചവർ പറയുന്നത്. എന്തായാലും അനുചിതമായ പ്രസ്താവനകൾ എന്നതാണ് പൊതുവിൽ ഉയരുന്ന വികാരം. അശ്വതി. ശരി സജിത്ത്, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. നേതൃത്വത്തിനെതിരെ ഇത്തരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കൃത്യമായി അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. കെ മുരളീധരന്റെ വാക്കുകളിൽ സുധാകരന്റെ കാര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ ആളാണ്, അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന് MLA ആയി VD സതീശൻ തിളങ്ങി നിന്നയാളാണ്. ബജറ്റ് പ്രസംഗത്തിലടക്കം അദ്ദേഹം സംസാരിക്കുമ്പോൾ അത്രത്തോളം നല്ലയാളാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല എന്ന് പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രൂപ്പ് കളിക്കാൻ പാർട്ടിക്ക് ആരോഗ്യമില്ല എന്ന് ആ പാർട്ടിയിൽ തന്നെയുള്ളൊരു നേതാവ് പറയുമ്പോൾ, പാർട്ടിക്ക് ആരോഗ്യമില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് മുരളീധരൻ പറയുന്നത് കോൺഗ്രസിലെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് VM സുധീറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയാണ്. 5 ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഉണ്ടെന്നാണ് മുരളീധരൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം സുധീരൻ പറഞ്ഞത്, VM സുധീരൻ പറഞ്ഞത്. മുരളീധരൻ പറയുന്നത് അത്തരം ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാവാം, പക്ഷേ അതിനനുസരിച്ച് അണികളെ ചേർക്കാനോ തലത്തിലുള്ള ഇടപെടലോ ഒന്നും നടത്താനുള്ള ആരോഗ്യം കോൺഗ്രസിനില്ല. പഴയ AI ഗ്രൂപ്പ് നേതൃത്വം പോലും ഇല്ലാതായി, പിന്നെ എന്തിന് ഗ്രൂപ്പ്, എവിടെ ഗ്രൂപ്പ് എന്ന ചോദ്യമാണ് മുരളീധരൻ ഉന്നയിക്കുന്നത്. മുരളീധരൻ ഇത് പറയുമ്പോൾ പ്രസക്തമാവുന്ന ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും പ്രബലമായി താൻ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, താൻ I ഗ്രൂപ്പിലേക്ക് തിരികെ എത്തി എന്ന പ്രഖ്യാപനം നടത്തി വന്നയാളാണ് മുരളീധരൻ. ആ മുരളീധരനാണ് പറയുന്നത് ഇനി ഗ്രൂപ്പില്ല എന്ന് പറയുന്നത്. അതൊരു കോൺഗ്രസിലെ യാഥാർത്ഥ്യമാണ്. കാരണം രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറി മറിയുന്നു. സംസ്ഥാനത്ത് തുടർച്ചയായി 2 തവണയായി ഭരണത്തിലില്ല. അങ്ങനെ ഒരു നിരാശ പൊതുവിൽ ബാധിച്ചിരിക്കുന്ന കോൺഗ്രസ് ക്യാമ്പിൽ ഇനി ഗ്രൂപ്പിന് പ്രസക്തിയില്ല എന്ന് മുരളീധരൻ അതിൽ വളരെ വ്യക്തമായ നിലപാടെടുക്കുന്നു. ഒരു കാര്യം കൂടി അശ്വതി, മുരളീധരൻ്റെ ഈ അഭിമുഖത്തിൽ അദ്ദേഹം പങ്കുവെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വളരെ വേഗത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ മറ്റ് ആശയക്കുഴപ്പങ്ങളില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ കുഴയ്ക്കുന്ന പ്രശ്നം സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. പക്ഷേ ഇത്തവണ അത്തരം പ്രശ്നം ഉണ്ടാവില്ല. കാരണം 19 ഇടത്തും, അതായത് ഇപ്പം കോട്ടയത്തെ സീറ്റ് മാറ്റി നിർത്തിയാൽ 18 ഇടത്തും UDF ആണ്. അപ്പോൾ ആ 18 പേരും മത്സരിക്കും. അതിൽ കണ്ണൂർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ആളെ തപ്പേണ്ട അവസ്ഥ പോലുമില്ല. അങ്ങനെ ചുരുങ്ങിയ മണിക്കൂറുകളുടെ ചർച്ചകൾ കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പൂർണ്ണമാക്കാൻ കോൺഗ്രസിന് കഴിയും. അതുകൊണ്ട് ഇത്തവണ വലിയ മുൻതൂക്കമുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷേ വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെയാണ് അദ്ദേഹം പിണറായിയുടെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. അതാണ്, പിണറായി വിജയനാണ് എതിർഭാഗത്ത് നിൽക്കുന്നതെന്ന കെ മുരളീധരന്റെ ആ വാക്കുകൾ, അതിലെ രാഷ്ട്രീയം എങ്ങനെയാണ് കാണേണ്ടത്? ഇടതുപക്ഷം അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ അങ്ങനെയൊന്നുമല്ല പറഞ്ഞു. പിണറായി വിജയൻ എന്ന നേതാവിനെ എടുത്തു പറയുകയാണ് കെ മുരളീധരൻ ചെയ്തത്. അതിനെങ്ങനെയാണ് കാണേണ്ടത്? അതിന്റെ രാഷ്ട്രീയം എന്താണ്? അവിടെ നമ്മുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു. അതായത് പിണറായി വിജയൻ ഒരു ഐക്കണായി ഒരു സൈഡ് നിൽക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസിന് അത്തരം ഐക്കണുകളില്ലല്ലോ. അത് കഴിഞ്ഞ കാലങ്ങളിൽ കെ കരുണാകരനോ ഉമ്മൻചാണ്ടിയോ AK ആന്റണിയോ നയിക്കുന്ന ഒരു സംവിധാനമായിരുന്നു കോൺഗ്രസ്. അത്തരം ഐക്കണുകളില്ലാത്തത് വെല്ലുവിളിയല്ലേ എന്ന ചോദ്യത്തിനാണ് മുരളി പറയുന്നത് ഇത്തരം നേതാക്കളുടെ നഷ്ടം ഒരു വലിയ വിടവായി ഇപ്പോഴും തുടരുകയാണ്. അത് മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ സമഗ്രമായ കൂടിയാലോചനകളുടെ ആവശ്യം കോൺഗ്രസിൽ ഉണ്ടാവുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഉണ്ടാവേണ്ടത്. അവിടെ കൂടുതൽ ആലോചനകൾ ഉണ്ടാവണം. മറുവശത്ത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഒരു ടീമും നിൽക്കുമ്പോൾ കൂടുതൽ സമഗ്രമായ ആലോചനകൾ ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്ന കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തത്. ഒരുപക്ഷേ പിണറായിയുടെ പേര് പരാമർശിച്ചത് കോൺഗ്രസിൽ തുടർ ചർച്ചകൾക്കിട വെച്ചേക്കാം. അനിൽ ബോസും മറ്റും പറയുന്നത് പോലെ അങ്ങനെ ഒരു നേതാവിനെ, എതിർചേരിയിൽ നിൽക്കുന്ന നേതാവിനെ പുകഴ്ത്തുന്ന പ്രസ്താവന ഉചിതമാണോ എന്ന ചോദ്യമൊക്കെ ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ കോൺഗ്രസിൽ ചർച്ച ചെയ്യത്തേക്കാം. ശരി സജിത്, ഇടവേള. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ.
in association with മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. നമസ്കാരം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള പ്രത്യേക കവറേജിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കലകലാരവം ആരംഭിക്കുകയാണ്. ഈ സ്കൂൾ കലോത്സവത്തിന്റെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇത്രമാത്രം ആസ്വാദ്യകരമായിട്ടുള്ള നിമിഷങ്ങൾ ഏതൊരു സ്കൂൾ വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്ന പോലെ നമ്മളും അത് ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ഞങ്ങൾ 4 പേരുമുണ്ട്. ഐശ്വര്യ, അനിൽ, ആര്യാർ ദേവൻ, MG മിഥുൻ. ഞങ്ങൾ 4 പേരും ചേർന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങളും വാർത്തകളുമായി. ഞാൻ ആദ്യം തന്നെ നമ്മുടെ റിപ്പോർട്ടർമാരിൽ എത്ര പേര് ഈ സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യമുണ്ട്. ഐശ്വര്യ, ഈ സ്കൂൾ കലോത്സവം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഇവിടെ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഒരു നമ്മൾ സാധാരണഗതിയിൽ പലതരത്തിലുള്ള റിപ്പോർട്ടിങ്ങിന് പോകാറുണ്ട്. പക്ഷെ കുട്ടികളുടെ ഇടയിലേക്ക് വരുമ്പോൾ അത് കലയാണ്, അതിനപ്പുറം കുട്ടികളുടെ വൈബിനൊത്ത് നിൽക്കണം എന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. നേരത്തെ ഏതെങ്കിലും ഇവന്റ് കേറിയിട്ടുണ്ടോ സ്റ്റേജിൽ? ഇല്ല 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 ഇല്ല, ഞാൻ ആ ടൈപ്പ് അല്ല എന്നല്ലേ. ആര്യ സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഉറപ്പല്ലേ? ഉറപ്പായിട്ടും ഇല്ല. സ്കൂൾ കലോത്സവം എന്നല്ല, ഇതെന്റെ ഫസ്റ്റ് കലോത്സവമാണ്. കലോത്സവം മാത്രമല്ല, പുറത്തുള്ള ഒരു റിപ്പോർട്ടിങ്ങും അനുഭവം ആദ്യമായിട്ടാണ്. അപ്പം ഞാനതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. ഇവിടെ പണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ ഞാൻ കലോത്സവത്തിന് വന്നിട്ടുണ്ട്. അല്ല, തിരുവാതിര, ഒപ്പന, സംഘനൃത്തം, അങ്ങനെ എല്ലാത്തിനും ഞാൻ കളിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എപ്പോഴും ജില്ലയിൽ വന്നിട്ട് സെക്കൻഡ് A ഗ്രേഡ് ഒക്കെ ആയിട്ട് പോകും. അപ്പൊ നമ്മൾ അപ്പീലൊന്നും കൊടുത്ത് ഇതുവരെ സംസ്ഥാന കലോത്സവത്തിന് വന്നിട്ടില്ല. അപ്പം സംസ്ഥാന കലോത്സവം കാണണം എന്നുള്ളത് പണ്ട് തൊട്ട് കൊച്ചിലെ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അത് ഇവിടെ വന്നപ്പോൾ സാധിച്ചു എന്നുള്ള ഒരു ഡബിൾ സന്തോഷം കൂടിയുണ്ട്. പിന്നെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. മിഥുൻ ഈ സ്പോർട്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. സ്കൂൾ കലോത്സവം എന്റെ 3ാമത്തെ കലോത്സവമാണിത്. ഇതിനു മുമ്പ് ചെയ്തിരുന്നത് ഞാൻ ന്യൂസെറ്റിലല്ലായിരുന്നു. അതിന് മുമ്പ് ജയന്ത് TV-യിലായിരുന്നപ്പോഴായിരുന്നു 2 കലോത്സവം. ഒന്ന് കണ്ണൂർ കലോത്സവവും തൃശ്ശൂർ കലോത്സവമായിരുന്നു അതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് 2009 തിരുവനന്തപുരത്ത് വേദിയായിരുന്നപ്പോൾ അന്ന് സംസ്ഥാന കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അതിൽ A ഗ്രേഡ് എനിക്ക് നേടിയിട്ടുണ്ട്. അത് തള്ളല്ല, അതിന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാ ശരി, വട്ടപ്പാട്ടിലെ ഒരു വരി പാടാൻ പറ്റുമോ? ഒരു വരി. ആദി മാധവരാകിയ നബിതൃ കല്യാണമേ, നബിതൃ കല്യാണമേ. പഠിച്ച് എടാ നീ ഓക്കെ, നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ എന്താണെങ്കിലും വട്ടപ്പാട്ട് കലാകാരന്മാരുണ്ട് ഈ സംഘത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഈ സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ ആദ്യം വരാം. ഇന്ന് രാവിലെയാണ് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചത്. മിഥുൻ ഉണ്ടായിരുന്നു ആ പ്രധാന വേദിയിൽ ആ സമയം. മിഥുൻ, എങ്ങനെയായിരുന്നു ഉദ്ഘാടനം? അത് വളരെ വർണ്ണാഭമായിട്ടുള്ള സ്വാഗത നൃത്തശില്പമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു തുടക്കം തന്നെ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ? അതിലേറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത്, അതായത് കൊല്ലത്ത് ഏകദേശം 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു കൗമാര കലോത്സവത്തിന് വേദിയാകുന്നത്. ഇതിനു മുമ്പ് 2008-ലായിരുന്നു ഇതിനു മുമ്പ് വേദിയാകുന്നത്. പക്ഷേ അന്നത്തെ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. ഓരോ ജില്ലയിലും അവർ ആതിഥേയത്വം വഹിക്കുന്ന സമയത്ത് അവർ കൂടുതൽ മോടിയാക്കുക, കൂടുതൽ മാറ്റുകൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ജില്ലയും അവരുടെ ജില്ലാ ഭരണകൂടവും അത് ഒരുക്കുന്നത്. അതേ രീതിയിൽ വർണ്ണാഭമായ രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. രാവിലെ 9 മണിയോടുകൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തോടുകൂടിയാണ് തിരിതെളിയുന്നത്. പിന്നീട് 9:50 നമുക്കറിയാം, ഇതുവരെയും മുഖ്യമന്ത്രി ഏതെങ്കിലും പരിപാടി ഏറ്റിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് മുഖ്യമന്ത്രി എത്തും, ബാക്കിയുള്ളവർ എത്തിയില്ലെങ്കിൽ പോലും. ഇന്ന് 9:50 എത്തി. അതിനുശേഷം മംഗലം കളി മുഖ്യമന്ത്രി കണ്ടു. സ്വാഗത നൃത്തം ആസ്വദിച്ച് കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി തിരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പല വേദികളിലും ശുഭിതനാവുന്നത്. പക്ഷെ അത്രയൊന്നും ശുഭിതനായില്ല മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ക്ഷമയോടെ ഇരുന്ന് ഇതെല്ലാം കണ്ട് അതിനുശേഷം രക്ഷിതാക്കൾക്കായിട്ടുള്ള കുറച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു മത്സര ഇനമായി, അവരുടെ മത്സര ഇനമായി ഈ ഒരു കലോത്സവത്തിനെ കാണുന്നത് കേവലം പോയിന്റിന് വേണ്ടി മാത്രം മത്സരിക്കാൻ എത്തുന്ന രീതി അത് മാറ്റണമെന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. അതായത് കഴിഞ്ഞ കലോത്സവത്തിൽ, കോഴിക്കോട് നടന്ന കലോത്സവത്തിലും സമാന ആവശ്യം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നമ്മൾ പിന്നീട് കണ്ടതാണ്. പിന്നീട് തർക്കങ്ങൾ ഉണ്ടാകുന്നു, അപ്പീലിനൊക്കെ പോകുന്നു, ആ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു. അത് ഇത്തവണ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 239 ഇനങ്ങളിലാണ് മത്സരാർത്ഥികൾ മത്സരിക്കുന്നത്. അതിലേകദേശം 14,000-ഓളം കലാപ്രതിനിധികളാണ് കൊല്ലത്തിലെ മണ്ണിലേക്ക് ഇന്നലെയോടെ കാലുകുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പ്രതിഭകളെ വാർത്തവെക്കാൻ ഇന്ന് ഇവിടുന്ന് കൊല്ലത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം എന്താ അറിയോ,
ഞാൻ ഇവിടെ ആദ്യമായിട്ട് ന്യൂസ് എയ്റ്റിൽ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് എന്റെ സ്വന്തം ജില്ലയാണ്, അതാണെന്നുള്ളൊരു ഇതുകൊണ്ട് ഇതിന്റെ സ്പെഷ്യലും ഉണ്ടാവും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. മുഖ്യമന്ത്രി ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ലഹരി ഒരു വിഷയമാണ്, ഒപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ അത് ഗംഭീരമായിരിക്കണം, മത്സരമാണ്, അത് പ്രൈസിന് വേണ്ടിയല്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്ക്. 239 ഇനങ്ങളിലായി 14,000-ഓളം കുട്ടികളാണ് 24 വേദികളിൽ ഇത്തവണത്തെ കലാപ്രകടനങ്ങൾ നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും ആർദ്രമായി അഭിനന്ദിക്കട്ടെ. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാകും. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് സ്വാഗത നൃത്തഗാനമൊക്കെ മനോഹരമായിരുന്നു, ആസ്വദിക്കുന്നത് നമുക്ക് വേദിയിൽ കാണാൻ കഴിഞ്ഞു. എല്ലാ മന്ത്രിമാരും ഒപ്പം ഈ ആശാ ശരത്താണ്, പ്രമുഖ നടിയും നർത്തകിയുമായിട്ടുള്ള ആശാ ശരത്താണ് ഈ സ്വാഗത നൃത്തത്തിന് നേതൃത്വം നൽകിയത്. ബിജു ധ്വനി തരംഗ് കോറിയോഗ്രഫി ചെയ്ത ഡാൻസ് ആയിരുന്നു, രമേശ് നാരായണന്റെ ഈണം. അങ്ങനെ ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു ആ സ്വാഗത നൃത്തഗാനം എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്താണെങ്കിലും തൊട്ട് മുമ്പ് ഈ കലോത്സവ വേദിയുടെ നടപടിക്കിടയിൽ ഞങ്ങൾ ആ കുട്ടികളെ ഏതാണ്ട് 50ഓളം കുട്ടികൾ ആശാ ശരത്തിനൊപ്പം ഉണ്ടായിരുന്നു ഈ സ്വാഗത നൃത്തഗാനം ചെയ്യാനായി. വളരെ എക്സൈറ്റഡ് ആയിട്ട് അവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായി. ആശാ ശരത്തിനൊപ്പമുള്ള പ്രാക്ടീസ് ഒക്കെ നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിയെത്താം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അത് ഗംഭീര തുടക്കമായിരുന്നു. ആ ഗംഭീര തുടക്കത്തെ ഏറ്റവും നിറമാർന്നതാക്കിയത് ഈ നിൽക്കുന്ന കുരുന്നു പ്രതിഭകളാണ്. എന്തുകൊണ്ടാണ് അവർ സ്വാഗത നൃത്തമൊരുക്കിയത്? ആശാ ശരത്ത്, പ്രമുഖ നടി, നർത്തകി, ഇവർക്കൊപ്പം ചേർന്ന് ഇവരങ്ങ് ആ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയെ അക്ഷരാർത്ഥത്തിൽ ഹരം കൊള്ളിച്ചു. അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ഒരു സാംസ്കാരിക തനിമയെ വിളിച്ചു തരത്തിൽ അവർ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചുപൊളിച്ച് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ്? ഈ ആശാ ശരത്ത് എങ്ങനെയാ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഈ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ വരുമായിരുന്നു? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. തലേ ദിവസമാണ്, ഒരു ദിവസം വരുത്തോളം വന്നു, പക്ഷെ മാം തലേ ദിവസം വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസിനൊക്കെ 2 ദിവസം പ്രാക്ടീസിനൊക്കെ നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് മാമിന്റെ കൂടെ കളിക്കാൻ പറ്റിയത്. ഓക്കെ, ബിജു ധ്വനി തരംഗ് എന്ന നൃത്ത അധ്യാപകനാണ് ഇതിന്റെ കോറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഒരു തീം എന്തായിരുന്നു? ടീം എല്ലാ കലാരൂപങ്ങളും ഒന്നിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ഓക്കെ, ഈ ആശാ ശരത്തിന്റെ കൂടെ എങ്ങനെ പെർഫോം ചെയ്യാൻ പേടിയുണ്ടായിരുന്നോ? ഒട്ടും പേടി തോന്നില്ലേ? വലിയ പെർഫോമർ അല്ലേ? അപ്പോഴോ ഇല്ല, ഇവിടെ പേടിയുണ്ടായിരുന്നോ? ചെറിയ ടെൻഷൻ. എന്റെ ടെൻഷൻ എങ്ങനെ മാറി? വന്നപ്പോ മാം നല്ല ഫ്രണ്ട്ലി ആണ്, മാം തന്നെ മാറ്റി തന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആശാ ശരത്ത്? രസമുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ പല നൃത്ത ഇനങ്ങളിലായി ഈ കൊല്ലം ജില്ലാ കലോത്സവങ്ങളിൽ 1ാം സ്ഥാനവും എ കിട്ടിയവരാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? പല പല സ്കൂൾ, എത്ര സ്കൂൾ കുട്ടികളുണ്ട് ഇവിടെ? ഏതാണ്ട് കുറെ സ്കൂളിലെ കുട്ടികളുണ്ട്. ഏതായിരുന്നു മോളുടെ ഐറ്റം ജില്ലയില്? കുച്ചിപ്പുടി, കേരള നടനം. ഇവിടെയോ? ഭരതനാട്യം. മോന്റെയോ? ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം. 3 നർത്തകനാണല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഈ കൊല്ലത്തെ ഈ കലോത്സവം കലക്കോ? ഈ കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാനൊക്കെ വേറെ ജില്ലയിൽ നിന്ന് വന്നാ, എനിക്കൊക്കെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ? കൊല്ലം അടിപൊളിയാണോ? ഉറപ്പ്? അപ്പൊ നിങ്ങളുടെ മത്സരങ്ങളൊക്കെ എന്നൊക്കെ ഇനി നിങ്ങളുടെ മത്സരം എന്നാ? എനിക്ക് മത്സരം ഇല്ല. ഓക്കെ, മോന് മത്സരം ഉണ്ടോ? ഇല്ല. ഇവിടെ സ്റ്റേറ്റ് മത്സരം ഉണ്ടോ? ഈ സ്റ്റേറ്റിൽ ഇനി കലോത്സവ വേദിയിൽ മത്സരിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? 1, 2, 3, 4, 5, 6, 7 പേരുണ്ട്. ഓക്കെ, എന്നാ മത്സരം? കേരളം 6ാം തീയതി. ഇവിടെയോ? നാളെ മോഹിനിയാട്ടം. നാളെ ഉണ്ടോ?
7-ാം തീയതി. അപ്പൊ മത്സരിക്കാനുള്ള എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി കൊല്ലം, കലക്കൻ കൊല്ലം പറയാം. അല്ല വേണ്ട, കലകലാരവം എന്ന് പറയാൻ പറ്റുമോ? കലകലകലയല്ല, കലകലാരവം. കൊല്ലത്ത് കലകലാരവം. ഉറക്കെ പറ, ക്യാമറ നോക്കി. കൊല്ലത്ത് കലകലകലമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഈ കുട്ടികൾ അടിപൊളിയായിട്ടായിരുന്നു, ഗംഭീരമായിട്ടാണ് ഈ സ്റ്റേജിനെ ആദ്യ ദിനം അസാധ്യമാക്കിയത്. മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആശാ ശരത്തിനൊപ്പം ഈ കുട്ടികൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ന്യൂസ് 18. എന്താ ടീച്ചർ, എന്താ പ്രശ്നം? എന്താ ടീച്ചർക്ക് എന്താ കുഴപ്പം? 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം 2 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തീർത്തു മൊത്തം? 2 ദിവസം കൊണ്ട് നമുക്ക് വീഡിയോസ് എല്ലാം അയച്ചു തന്നു. കുട്ടികളെല്ലാം നല്ല മികച്ച നൃത്തരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഫുള്ള് പഠിച്ചു. അപ്പൊ കോറിയോഗ്രാഫി ചെയ്ത ബിജു സാറ് വീഡിയോസ് അയച്ചു തന്നു, ടീച്ചറാണത് എക്സിക്യൂട്ട് ചെയ്തത്. അതെ അതെ. പിന്നെ ഫോർമേഷൻ എല്ലാം സാറ് വന്നിട്ട് ചെയ്ത്. ഞാനിത് ടീച്ചറാണെന്ന് കരുതിയില്ല, കുട്ടിയാണെന്ന് കരുതിയില്ലേ മാറുന്നതും. ടീച്ചർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ RLV MA മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറ ഇപ്പം പഠിപ്പിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5-ല്. അപ്പൊ ടീച്ചറെ പരിചയപ്പെടുത്തിയല്ലോ, സന്തോഷമായല്ലോ. ഇനി എനിക്ക് സൈൻ ഓഫ് ചെയ്യാലോ. ക്യാമറാമാൻ ബിപിൻ പുള്ളിക്കൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. അങ്ങനെ ഈ സ്വാഗത നൃത്തത്തിന്റെ ഒരു ആവിഷ്കാരമൊക്കെ നമ്മൾ കണ്ടല്ലോ. മനോഹരമായിരുന്നു ആ കുട്ടികളുടെ പ്രകടനം, അവരുടെ സംസാരമൊക്കെ രസകരമായിരുന്നു. ഞാൻ നേരെ ഇനി മറ്റൊരു മംഗലകളി ഇന്ന് ഉണ്ടായിരുന്നു. സ്വാഗത നൃത്തത്തിന് തൊട്ട് മുമ്പ് മംഗലകളി മുഖ്യമന്ത്രി ആസ്വദിക്കുന്നുള്ളൂ. എന്താണ് ഈ മംഗലകളി ആര്യ, എന്താ പ്രത്യേകത? മംഗലകളി എന്ന് പറഞ്ഞാല് ആക്ച്വലി അത് കാസർഗോഡുള്ള ഗോത്ര വിഭാഗത്തിന്റെ ഒരു തനത് കലാരൂപമാണ്. ആക്ച്വലി അവിടുത്തെ കല്യാണ വീടുകളിൽ തലേന്ന് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളിക്കുന്ന, അതായത് രാത്രിയിൽ ആ ഒരു കളി തുടങ്ങിയാൽ നേരം വെളുക്കുന്നവരെ അത് അവർ കളിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ അവരിപ്പോ അതൊരു ആഘോഷത്തിന്റെ ഒരു കലാരൂപമായിട്ടാണ് കളിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ കൊണ്ടാടുന്നതെങ്കിൽ പോലും ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. അതായത് ഈ ജന്മിത്വത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ ഒരു രൂപം വന്നത് തന്നെ. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ മംഗലം കളി അടുത്ത കലോത്സവം മുതൽ വേദിയിൽ മത്സര ഇനമാകുമെന്നാണ് കരുതുന്നത് എന്നാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോയി വരാം. മംഗലം കളി എന്ന ഗോത്ര കലാരൂപം കൂടി നമ്മുടെ കലോത്സവ വേദിയുടെ ഒരു ഭാഗമാവുകയാണ്. ഇത്തവണ ഒരു പ്രദർശന കലയായാണ് ഇത് വേദിയിൽ എത്തിയതെങ്കിൽ അടുത്ത വർഷം മുതൽ ഒരു മത്സര ഇനമായി തന്നെ നമുക്ക് വേദികളിൽ ഇത് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. എന്തായാലും കാസർഗോഡ് നിന്നുള്ള ഈ ഗോത്ര കലാരൂപം എന്താണ് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം ടീച്ചർ. നമ്മളെ മംഗലം കളി പറഞ്ഞാല് മാവിലമാനവ സമുദായത്തിൽപ്പെട്ട ഒരു ആചാരാനുഷ്ഠാന കലയാണ്. മംഗലം കളി പിന്നെ കല്യാണ വീടുകളിൽ രാത്രി മുതൽ രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആചാരാനുഷ്ഠാന കലയാണ്. മംഗലം കളിക്ക് ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞാൽ തുടിയാണ് മെയിൻ ഉപയോഗിക്കുന്നത്. പിന്നെ തുടി ഉണ്ടാക്കുന്നത് പ്ലാവിൻ്റെ മുറിച്ചെടുത്തിട്ട് അത് പ്രത്യേകം ആക്കിയാണ്. പിന്നെ അതിൻ്റെ തോല് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെ തോലാണ്. ഉടുമ്പ്, എരിവ് അങ്ങനത്തെ കാട്ടുമൃഗങ്ങളുടെ തോല് കൊണ്ടാണ് തുടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് കളിക്കുമ്പോൾ വന്നു ലുങ്കി, ബ്ലൗസ്, തോർത്ത്, പാളത്തൊപ്പി അങ്ങനത്തെ ഒരു മേക്കപ്പ് ഒന്നുമില്ലാതെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കളിക്കുന്ന ഒരു കലാരൂപമാണ്. പിന്നെ ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും കളിക്കും. ഈ കല്യാണ ദിവസങ്ങളിലൊക്കെ വീടുകളിൽ രാത്രി മുതൽ രാവിലെ വരെ ഉണ്ടാവും. ഇത് എങ്ങനെയാണ്, ഏത് ഭാഷയിലാണ് ഈ പാട്ട് പാടുന്നത്? ഇത് തുളു ഭാഷയില്. ഈ ഓരോ പാട്ടിനും ഓരോ കഥയുണ്ടാവും അല്ലേ? കഥയുണ്ട്. അങ്ങനെ തുളു ഭാഷയിൽ പിന്നെ പാടി കളിക്കുന്ന രണ്ടത് കുറച്ച് മലയാളം കൂടി മിക്സ് ഉണ്ട് പാട്ടിൽ. നിങ്ങളിപ്പോ ഏത് സ്കൂളിൽ മക്കളെ വരുന്നത്? ഇവിടെ സ്റ്റേജിൽ കളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഇതിപ്പം മത്സര ഇനമായിട്ടല്ല നിങ്ങൾ വന്നത്, ഇപ്പൊ ഒരു പ്രദർശന കലയായിട്ടാണ് വന്നത്. പക്ഷെ ഇതൊരു മത്സര ഇനമാക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ലേ? അടുത്ത വർഷം മുതൽ മത്സര ഇനമാക്കാൻ തീരുമാനിച്ചു.
എങ്ങനെയാ നിങ്ങളുടെ ഇതിന്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ എത്ര നാളെടുത്താണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് സെറ്റ് ചെയ്ത് 2 ദിവസം കൊണ്ട് എല്ലാവരും ഇത് സെറ്റ് ചെയ്ത് പഠിച്ചെടുത്തോ? നാട്ടിൽ പൊതുവെ കളിച്ചു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? വേണ്ടിയിട്ട് പഠിച്ചാരുമില്ല അല്ലേ? അപ്പൊ നമുക്ക് മംഗലം കളിയിലെ പാട്ടൊന്ന് കേൾക്കാം അല്ലേ? ജമ്മിയോട് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. പറയാൻ പറ്റാതിരിക്കുമ്പോൾ പാട്ടിൽ കൂടി പ്രതികരിച്ചാണ്. അതുമായി വാമൊഴിയായിട്ട് വരുന്നതെല്ലാം പാട്ടിൽ കൂടി പറഞ്ഞ് അവരെ ജമ്മിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് പാട്ടിലൂടെ. ഒരു പ്രതിഷേധ കലാരൂപം അല്ലേ? അതും ഏകദേശമായി പാട്ടിലെല്ലാം അതും വരുന്നുണ്ട്. പിന്നെ കല്യാണ വീടുകളിലാണ് ഇത് അധികവും കളിക്കാറ്. കല്യാണ വീടുകളിൽ തലേദിവസം വധുവരന്മാരുടെ വീട്ടിൽ 2 വീട്ടിലും കളി ഉണ്ടാകും. അപ്പോൾ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പെണ്ണും ചെറുക്കനും വീട്ടിൽ കയറുമ്പോൾ ചെറുക്കനെ പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവരുന്ന സമയത്തും ഇത് കളിച്ചു കയറും വീട്ടിലേക്ക്. ഈ വധുവരന്മാരുടെ ബന്ധുക്കളാണോ ഇത് കളിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ആചാരമുണ്ടോ? ആചാരമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ വരുന്നവരെല്ലാവരും കളിക്കും. കളിക്കാൻ അറിയുന്നവർ എല്ലാവരും പാടി കളിക്കുന്നവരായിരിക്കും. ഗ്ലാമറസ് ഇനങ്ങൾക്കൊപ്പം നമ്മുടെയൊക്കെ തനത് കലാരൂപങ്ങളായ ഈ മംഗലം കളി കൂടി മത്സരം ഇനമാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണ് ഇവർ നമുക്ക് മുന്നിൽ വെച്ചത്. എന്തായാലും അടുത്ത വർഷം മുതൽ ഇത് മത്സരം ഇനമായി തന്നെ നമുക്ക് വേദികളിൽ കാണാം എന്ന് പ്രതീക്ഷിക്കാം. വിനോദ് കുമാറിനും അനൂപ് ബേബിക്കുമൊപ്പം ആര്യാർ ദേവൻ, ന്യൂസ് 18 കേരളം. കലോത്സവത്തിന്റെ ഈ സ്റ്റേജിലെ ചൂട് മാത്രമല്ല, കലോത്സവത്തിന്റെ പുറത്തും നല്ല ചൂടുണ്ട്. എന്റെ അപ്പുറം നിൽക്കുന്ന സൺഗ്ലാസ് ഒക്കെ വെച്ച് വലിയ ഗ്ലാമറിൽ നിൽക്കുമ്പോൾ എന്താണല്ലോ വട്ടപ്പാട്ടുകാരനും ഒപ്പനക്കാരിയും പിന്നെ പ്രത്യേകിച്ച് ഐറ്റം ഒന്നും ഇല്ലാത്ത ഐശ്വര്യമൊക്കെ ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 2 മണിക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ കലകലാരവം വീണ്ടും. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ഈ പരിപാടി